ഹായ് ഫ്രണ്ട്സ്, ഗീത ഗോവിന്ദത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ കിച്ചുവും അവർണികയും കൂടി വഴക്കൂടാണ്. അപ്പോൾ അവർണിക പറയുന്നുണ്ട്, നിനക്ക് എൻ്റെ അച്ഛൻ്റെ ഔദാര്യമാണ് ഈ ജീവിതം എന്ന് പറയുമ്പോൾ എന്ന് വിചാരിച്ച് ഞാൻ അയാളെ പേടിച്ച് ജീവിക്കണോ, അല്ലെങ്കിൽ നിങ്ങളുടെ അടിമയാകണോ? അതിനൊന്നും ഇനി എന്നെ കിട്ടില്ല എന്ന് പറയാൻ കേട്ടോ നമ്മുടെ കിച്ചു. നിനക്കിത് ആദ്യമേ പറയായിരുന്നില്ലേ കല്യാണത്തിന് മുന്നേ തന്നെ, നീ നിൻ്റെ ഇഷ്ടത്തിന് ജീവിക്കൂ എന്ന കാര്യം എന്ന് പറയുമ്പോൾ മനുഷ്യൻ്റെ സ്വഭാവം എന്നും ഒരുപോലെ ഇരിക്കില്ലല്ലോ, അത് മാറും എന്ന് പറയുമ്പോൾ അത് മാറാൻ ഞാൻ സമ്മതിക്കില്ല എന്ന് പറയാൻ കേട്ടോ നമ്മുടെ അവർണിക. ഞാൻ പ്രഗ്നൻ്റ് ആണ്, അത് പറയാൻ വേണ്ടിയിട്ട് ഞാൻ നിന്നെ വിളിച്ചപ്പോൾ നിനക്ക് അതുപോലും കേൾക്കാനുള്ള സമയം ഉണ്ടായില്ല. ലോകത്ത് ഒരു ഭാര്യ ഭർത്താവിനോട് താൻ പ്രഗ്നൻ്റ് ആണെന്ന കാര്യം നിലവിളിച്ചുകൊണ്ടായിരിക്കും പറയുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് അവർണിക ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണേ. ഇത് കേൾക്കുമ്പോൾ കിച്ചു ആകെ ഡള്ളായിട്ട് ബെഡിൽ പോയി ഇരിക്കുന്നുണ്ട്. ലോകത്ത് ആദ്യമായിട്ടായിരിക്കും ഒരു പെൺകുട്ടി തൻ്റെ ഭർത്താവിനോട് ക്യാരിയിങ് ആണെന്ന് നിലവിളിച്ചുകൊണ്ട് പറയുന്നത്. അതിന് കാരണക്കാരൻ നീയാന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കരയാണേ. അന്നേരം കിച്ചുവിന് ഒരു ഫോൺ വരികയാണ്. വേണ്ട അവിടെ തന്നെ നിന്നോ, ഞാനിപ്പോൾ അങ്ങോട്ട് വരാമെന്ന് പറഞ്ഞിട്ട് പോകാൻ നിൽക്കുകയാണ്. അപ്പോൾ കിഷോർ നീ എവിടേക്കാന്നൊക്കെ ചോദിക്കുമ്പോൾ നമുക്ക് നാളെ സംസാരിക്കാമെന്ന് പറഞ്ഞിട്ട് കിച്ചു അവിടുന്ന് പോവാണ് കേട്ടോ. തുടർന്ന് നമ്മുടെ ഗീതു ആണെങ്കിൽ റൂമിൽ പോയിട്ട് ഇങ്ങനെ കിടന്നിട്ട് ആലോചിക്കുകയാണ്. കണ്ണേട്ടനെ അറിയാം വരുണേട്ടൻ്റെ കള്ളത്തരം മുഴുവൻ പിടിച്ചത് ഞാനാണ് എന്ന കാര്യം, എന്നിട്ട് എന്നെ ഒന്ന് അഭിനന്ദിക്കുക പോലും ചെയ്തില്ല. പെണ്ണുങ്ങൾ അങ്ങനെയാണ്, ചെറിയ കാര്യങ്ങൾക്ക് പോലും അഭിനന്ദനം കിട്ടാൻ അവർ ആഗ്രഹിക്കും. പക്ഷേ ആണുങ്ങൾ അങ്ങനെയല്ല, അവരെന്ത് ചെയ്താലും വലിയ കാര്യമാണെന്നാണ് വിചാരം എന്നൊക്കെ പറയാണ് കേട്ടോ. എന്നിട്ട് എണീക്കുമ്പോൾ ഗീതുവിൻ്റെ കയ്യിലൊരു മുടി കിട്ടുകയാണ് കേട്ടോ ബെഡിൽ നിന്ന്. എന്നിട്ട് അതിൻ്റെ നീളവും വ്യാപ്തിയൊക്കെ അളന്ന് നോക്കുന്നുണ്ട്. തുടർന്ന് പറയുന്നുണ്ട്, ഇതെൻ്റെ മുടിയല്ലല്ലോ എന്ന് പറഞ്ഞിട്ട് പിന്നെയും ബെഡിലൊക്കെ ഇങ്ങനെ പരതി നടക്കുകയാണ്. അങ്ങനെ 1-2 മുടിയും കൂടെ കിട്ടുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ആ മുടിയെടുത്ത് തൻ്റെ മുടിയിൽ വെച്ച് നോക്കി നീളം കൂടുതലായി കാണുമ്പോൾ ഇതെൻ്റെ മുടിയല്ലല്ലോ എന്ന് പറഞ്ഞിട്ട് വീണ്ടും ബെഡിലൊക്കെ വീണ്ടും പരതി നോക്കുകയാണ് കേട്ടോ. അങ്ങനെ 1-2 മുടി കൂടി കിട്ടുന്നുണ്ട്. ഇത് രണ്ടും എൻ്റെ മുടിയാ, ഇത് വേറെ ആരുടെയോ മുടിയാണല്ലോ, ഞാനില്ലാത്ത സമയം രഞ്ജു എങ്ങനെ. തുടർന്ന് ഗോവിന്ദ് റൂമിലേക്ക് വരികയാണ് കേട്ടോ. അന്നേരം ഗീതുവിൻ്റെ നിൽപ്പ് കണ്ടിട്ട് ഗീതുവിനോട് ചോദിക്കുന്നുണ്ട്, എന്താ ഗീതു നിനക്ക് എന്നെ ഫേസ് ചെയ്യാനൊരു മടി എന്ന് ചോദിക്കുകയാണ്. ഞാനിവിടെ ഇല്ലാത്ത വ്യാജേന ഒരു പെൺ സുഹൃത്തിനെ ഈ ബെഡ്റൂമിൽ കയറ്റിയ ആൾക്കാണ് എന്നെ ഫേസ് ചെയ്യാൻ മടി എന്ന് പറയുമ്പോൾ നീ എന്തൊക്കെയാ ഗീതു പറയുന്നത്? നിൻ്റെ പകരക്കാരിയായിട്ടൊന്നും ഞാൻ ഒരാളെയും ഇവിടേക്ക് വിളിച്ചു വരുത്തിയിട്ടില്ല എന്ന് പറയുമ്പോൾ ഇതെന്താ എന്ന് ചോദിക്കുമ്പോൾ നിൻ്റെ കൈയല്ലേ, കണ്ണട വെച്ചിട്ട് ശരിക്കും അങ്ങോട്ട് നോക്ക് എൻ്റെ കയ്യിലേക്ക് എന്ന് പറയുമ്പോൾ കണ്ണട വെച്ച് നോക്കുകയാണ്. ഇത് തലമുടിയല്ലേ എന്ന് ചോദിക്കുകയാണ് കേട്ടോ ഗോവിന്ദ്. വെറും തലമുടിയല്ല, ഒരു പെണ്ണിൻ്റെ തലമുടിയാണ്. അപ്പോൾ നീ എന്താ പെണ്ണല്ലേ എന്ന് ചോദിക്കുകയാണ് കേട്ടോ ഗോവിന്ദ്. ഇതെൻ്റെ തലമുടിയല്ല എന്ന് പറയുമ്പോൾ ഗോവിന്ദ് ചിരിച്ചിട്ട്, ഇത്രയും തറപ്പിച്ച് പറയാൻ നീ എന്താ അതിൻ്റെ DNA ടെസ്റ്റ് വല്ലതും എടുത്തിട്ടുണ്ടോ? അതിന് DNA ടെസ്റ്റ് ഒന്നും എടുക്കേണ്ട ആവശ്യമില്ല, ഇത്രയും വലിയ തലമുടി ആ കുഞ്ചുവിൻ്റെ എന്ന് പറയണം കേട്ടോ. രഞ്ജുവിനെയാണോ നിനക്ക് സംശയം? ഞാൻ വിചാരിച്ചു വേറെ വല്ല പെണ്ണുങ്ങൾ. അപ്പോൾ ഗീതു പറയുന്നുണ്ട്, അപ്പോൾ വേറെ വല്ല പെണ്ണുങ്ങളും വരാൻ വേണ്ടിയിട്ട് ക്യൂ നിൽക്കുകയാണോ? നീ എന്തിനാ ഗീതു ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നതെന്ന് ചോദിക്കണേ. രഞ്ജു ഇവിടെ വന്നിരുന്നു. ഈശ്വര, അവൾ ഇവിടെ വന്നിരുന്നോ? എന്തിനാന്ന് ചോദിക്കുമ്പോൾ രഞ്ജു ഇവിടെ വന്നിരുന്നു, കുറച്ച് നേരം കഴിഞ്ഞിട്ടാണ് പോയത് എന്ന് പറയുമ്പോൾ ഈശ്വര, ആ ദുർബല നിമിഷം ഉണ്ടായി കാണുമോ പറഞ്ഞിട്ടിങ്ങനെ ഇമാജിൻ ചെയ്യുന്നുണ്ട് കേട്ടോ നമ്മുടെ ഗീതു. അവളെന്തിനാ ഇങ്ങോട്ട് വന്നത്? അതെനിക്കൊരു ചായ ഇട്ട് തരാനാ. കാഞ്ചനക്ക ഇട്ട ചായയിൽ അവർ ഉപ്പിട്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ദേഷ്യത്തിൽ ഞാൻ നിൽക്കുമ്പോഴാണ് രഞ്ജു എനിക്ക് ചായ ഇട്ട് തരാമെന്ന് പറഞ്ഞത്. എന്നിട്ട് രഞ്ജു വരുമെന്ന പ്രതീക്ഷയിൽ ഞാനിങ്ങനെ ഉലാത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇങ്ങനെ നിന്ന് ഉലത്താതെ കാര്യം പറ മനുഷ്യാന്ന് പറയാൻ കേട്ടോ ഗീതു. അപ്പോഴത്തെ അവസ്ഥ നിനക്ക് ഊഹിക്കാൻ പോലും പറ്റില്ല. എൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ കണ്ണേട്ടന് പോലും ചിന്തിക്കാൻ പറ്റില്ല എന്ന് പറയാൻ കേട്ടോ ഗീതു. പിന്നെ നടന്നത് ഞാൻ പ്രതീക്ഷിക്കുന്നതിലും അപ്പുറമായിരുന്നു, ഞാൻ നടുങ്ങിപ്പോയി എന്ന് പറയാൻ കേട്ടോ ഗോവിന്ദ്. അയ്യോ, കണ്ണേട്ടനൊന്നും ഒച്ച വെക്കാൻ പോലും കഴിഞ്ഞിട്ടുണ്ടാവില്ല. എന്തിനാ ദൈവമേ എന്നെ നീ പരീക്ഷിക്കുന്നേ എന്നിങ്ങനെ മനസ്സിൽ വിചാരിക്കുമ്പോൾ ഗോവിന്ദ് പറയാണ്, നീ ഓഫീസിൽ നിന്ന് പോയതിന് ശേഷം രഞ്ജു അവിടെ ചെന്നിരുന്നു എന്ന് പറയുമ്പോൾ ഗീത പറയുന്നുണ്ട്, എന്തിനാ ബെഡ്റൂം സീൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഓഫീസിലെ ഓരോ കാര്യങ്ങൾ പറയുന്നത്? ഇവിടെ നടന്ന എന്താ അത് പറ ആദ്യം എന്ന് പറയാൻ കേട്ടോ ഗോവിന്ദിനോട്.
അത് തന്നെയല്ലേ പറഞ്ഞു വരുന്നേ. രഞ്ജു ചായയുമായിട്ട് വന്നു എന്ന് പറയുമ്പോൾ ഗീതു ഇങ്ങനെ ഇമാജിൻ ചെയ്യുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ചായ എനിക്ക് തന്നു, ഞാനതവിടെ വെച്ചു. അപ്പോൾ രഞ്ജു പറഞ്ഞു, എന്താ ചായ കുടിക്കാത്തെ? ചായ ചൂടാറിയ ടേസ്റ്റ് പോവും. അപ്പം ഞാനത് എടുത്ത് കുടിച്ചു. രഞ്ജു നമ്മുടെ കട്ടിലിൽ ഇരുന്നു എന്ന് പറയും. നമ്മുടെ കട്ടിലോ? അതിനെന്തിനാ ഇത്രയും വലിയ എക്സ്പ്രഷൻ? നമ്മുടെ കട്ടില് അല്ലാതെ അവൾക്കിരിക്കാൻ വേറെ കട്ടിലൊന്നും ഇല്ലല്ലോ ഇവിടെ എന്ന് പറയാം കേട്ടോ ഗോവിന്ദ്. അയ്യോ, ഇനി വർണ്ണിക്കാൻ പോകുന്നത് ഇവിടെ നടന്ന കണ്ണൻ്റെ ലീലകളായിരിക്കും. മതി, എനിക്കിത് മതി, ഇനി കേൾക്കണ്ട എന്ന് പറയുമ്പോൾ ഇനിയാണ് പ്രധാനപ്പെട്ട കാര്യം നീ കേൾക്കേണ്ടത്. അയ്യോ എനിക്ക് കേൾക്കണ്ട, അത് മതി എന്ന് പറയുമ്പോൾ ഞാൻ ഇതിനെ പറ്റി പറയാൻ വേണ്ടിയിട്ടാണ് ഇത്രയും ബിൽഡപ്പൊക്കെ ഇട്ടിട്ട് വന്നത്. അങ്ങനെ അവൾ ഇവിടെ വെച്ച് എനിക്കൊരു നിഗൂഢതകളുടെ ഒരു ലോകം തന്നെ കാണിച്ചു തന്നു എന്ന് പറയാം കേട്ടോ ഗീതുവിനോട്. അയ്യേ, അവളെ ഞാൻ ഇന്ന് കൊല്ലും. അതിന് നീ എന്തിനാ അവളോട് ചൂടാവുന്നേ? നീ ചെയ്യേണ്ട കാര്യം ആണ് അവൾ ചെയ്തത്. നീ പരാജയപ്പെട്ടെടുത്ത് അവൾ വിജയിച്ചു. നീ ഏറ്റ കാര്യം നിനക്ക് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ അവൾ അത് ഏറ്റെടുത്ത് വിജയിച്ചു എന്ന് പറയുമ്പോൾ ഞാനിത് വിശ്വസിക്കില്ല, ഞാനിത് വിശ്വസിക്കൂല എന്ന് തന്നെ പറയാം കേട്ടോ ഗീതു. നിനക്ക് വിശ്വസിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എൻ്റെ ഫോണിൽ ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, കാണിച്ചു തരാന്ന് പറഞ്ഞിട്ട് കാണിക്കാൻ നിൽക്കാൻ കേട്ടോ. അയ്യോ വൃത്തികെട്ടവനെ, ഇതൊക്കെ മൊബൈലിൽ ഷൂട്ട് ചെയ്ത് വെച്ചേക്കാണോ? എനിക്ക് കാണണ്ട എന്നൊക്കെ പറയാം കേട്ടോ ഗീതു. വരുൺ കമ്പനിയിൽ ചെയ്ത തട്ടിപ്പിനെ കുറിച്ച് നിനക്ക് കാണണ്ട എന്ന് ചോദിക്കാൻ കേട്ടോ ഗോവിന്ദ്. അപ്പോഴാണ് സംഭവം ഇതാണെന്ന് മനസ്സിലായത് നമ്മുടെ ഗീതുവിന്. നീ ഓഫീസിൽ നിന്ന് പോയതിന് ശേഷം ഞാൻ രഞ്ജുവിനോട് അവിടെ അക്കൗണ്ട്സിലൊന്ന് ചെക്ക് ചെയ്യാൻ പറഞ്ഞിരുന്നു. അപ്പോൾ അവൾ കണ്ടെത്തിയ തെളിവാണിത്. ഇതാണോ രഞ്ജു കണ്ടെത്തിയ ലോകം? യെസ്, ഇതാണ് അവൾ കണ്ടെത്തി തന്ന ലോകം, ചതിയന്മാരുടെ ലോകം. നീ ഏറ്റെടുത്ത് ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ട് നിനക്ക് ചെയ്യാൻ പറ്റാതെ പോയ കാര്യം അവൾ നിഷ്പ്രയാസം ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് വീമ്പളക്കാണ് കേട്ടോ ഗോവിന്ദ്. ഇത് കിഷോർ എന്നെ ഏൽപ്പിച്ച തെളിവാണല്ലോ, ഇതെങ്ങനെ ഇവൾക്ക് കിട്ടി? എൻ്റെ ഫോണിൽ നിന്ന് അടിച്ചു മാറ്റിയിട്ടുണ്ടാവും എന്നൊക്കെ പറയുമ്പോൾ നിന്നെ പോലെയല്ല അവൾ, നീ തെളിവുണ്ടെന്ന് പറയാറേ ഉള്ളൂ. അവളത് കാണിച്ചു, പക്ഷെ അതിനുള്ള ക്രെഡിറ്റ് ഒന്നും അവൾ പ്രതീക്ഷിക്കുന്നില്ല എന്ന് പറയുമ്പോൾ അതിനുള്ള ക്രെഡിറ്റ് ഞാൻ അവൾക്ക് കൊടുത്തോളാം എന്ന് പറഞ്ഞിട്ട് ഗീതു രഞ്ജുവിൻ്റെ മുറിയിലേക്ക് പോവാണേ. എന്നിട്ട് എൻ്റെ മൊബൈലിൽ നിന്ന് അടിച്ചു മാറ്റിയതാണ് ആ തെളിവ് എന്നൊക്കെ പറയുമ്പോൾ അല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ബഹളം വെക്കുകയാണേ. അപ്പോൾ ഗോവിന്ദും അങ്ങോട്ടേക്ക് ചെല്ലാണ്. ഇപ്പം ഏതായാലും എനിക്ക് തെളിവ് കാണിച്ചു തന്നത് രഞ്ജുവാണ്. നീയാണ് തെളിവുണ്ടാക്കിയതെങ്കിൽ നിനക്ക് നേരത്തെ പറയാമായിരുന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ വല്ല തെളിവും കാണിച്ചാൽ കണ്ണേട്ടൻ അത് വിശ്വസിക്കില്ലല്ലോ. എന്നിട്ട് രഞ്ജു കാണിച്ചപ്പോൾ ഞാൻ അത് വിശ്വസിച്ചല്ലോ. എന്തെങ്കിലുമൊക്കെ പറയല്ലേ ഗീതു. അങ്ങനെ രണ്ടുപേരും വഴക്കുണ്ടാക്കാതെ രഞ്ജുവാണ് ഇത് കണ്ടെത്തി തന്നതെന്ന് അംഗീകരിക്കൂ എന്നൊക്കെ പറയുമ്പോൾ ഞാൻ ഇവളെ ഒരിക്കലും അംഗീകരിക്കില്ല, എൻ്റെ ഫോണിൽ നിന്ന് മോഷ്ടിച്ച സാധനമാണ് ഇവള് നിങ്ങൾക്ക് കാണിച്ചു തന്നതെന്ന് പറഞ്ഞിട്ട് പറയുമ്പോൾ രഞ്ജു പറയുന്നുണ്ട്, ഞാൻ ഇവളെയും അംഗീകരിക്കില്ല, ഞാൻ കണ്ടെത്തിയ തെളിവ് ഇവളും കണ്ടെത്തി കാണും, പക്ഷെ ഇവളുടെ അനിയൻ കുടുങ്ങുമെന്ന് തോന്നിയപ്പോൾ അത് ഏട്ടനെ കാണിച്ചു തരാതിരുന്നതായിരിക്കും എന്ന് പറയാണ് കേട്ടോ. അങ്ങനെ ഒരിക്കലും ചെയ്യില്ല ഗീതു, അവളെ എനിക്കറിയാം, അവളുടെ വീട്ടുകാരാണെങ്കിൽ പോലും ന്യായത്തിൻ്റെ കൂടെ മാത്രമേ ഗീതു നിൽക്കുള്ളൂ എന്നൊക്കെ പറയുമ്പോൾ ഗീതു ഇങ്ങനെ ചിരിക്കണേ. എന്നിട്ട് അവൾ പോയി കഴിഞ്ഞതിന് ശേഷം ഇങ്ങനെ രണ്ടുപേരും ഇങ്ങനെ ബഹളം വെക്കാതെ ഒന്ന് ഒരുമിച്ച് പോയിക്കൂടെ എന്ന് ചോദിക്കുകയാണ് കേട്ടോ രഞ്ജുവിനോട്. അതിന് ഞാനല്ലല്ലോ വഴക്കുണ്ടാക്കിയത്, അവൾ എൻ്റെ അടുത്ത് വന്നിട്ട് വഴക്കുണ്ടാക്കിയതല്ലേ. ഞാൻ മൊബൈലിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഗീതുവല്ലേ എൻ്റെ അടുത്തേക്ക് വന്ന് വഴക്കുണ്ടാക്കിയത് എന്ന് ചോദിക്കുമ്പോൾ ഗോവിന്ദ് പറയുന്നുണ്ട്, ആഹാ, നീ അവളുണ്ടാക്കിയ തെളിവ് മോഷ്ടിച്ചിട്ടാണല്ലോ എന്നെ കാണിച്ചത്, അതുകൊണ്ടല്ലേ അവളിങ്ങനെ വഴക്ക് പറയുന്നത്. അപ്പം രഞ്ജു ഇങ്ങനെ ചിരിക്കുകയാണേ. എനിക്ക് ആദ്യം അറിയായിരുന്നു അവൾ തെളിവുണ്ടാക്കിയതൊക്കെ എന്ന് പറയുമ്പോൾ രഞ്ജു താങ്ക്സ് എന്ന് പറയാണ് കേട്ടോ. അവളുടെ മുന്നിൽ നിന്നെ കൊച്ചാക്കണ്ട എന്ന് വിചാരിച്ചാണ് എന്ന് പറഞ്ഞ് നിൽക്കുകയാണ് കേട്ടോ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണേ.